അപ്പോൾ നമ്മളുടെ ഡിസീസ് അഡ്വാൻസ് ചെയ്യും തോറും വളരെ ചെറുതായിട്ടുള്ള സ്റ്റിമുലായി പോലും ഒരു സ്പാസത്തിനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു ഡിസീസിന്റെ ഹോൾമാർക്ക്. ആൻഡ് ഫൈനലി ദർ ക്യാൻ ബി serious complications and even death. So usually, even though the spasm is involving the whole body, the sensorium of the patient will be preserved. So ഇവിടെ loss of consciousness അല്ലെങ്കിൽ സെൻസോറിയത്തിന് ചേഞ്ചസോ ഒന്നും ഉണ്ടാവില്ല. So that is normally preserved. There can be difficulty of swallowing. നമ്മൾ ഓൾറെഡി പറഞ്ഞു ജോ മസിൽസ് ഇൻവോൾവ് ആവും, മാസറ്റേഴ്സിൽ സ്പാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ there can be difficulty in swallowing. There can be autonomic instability. Autonomic instability is manifested by symptoms like fluctuations in blood pressure. There can be either hypertension or hypotension. There can be diaphoresis or excessive sweating, and there can be arrhythmias. So autonomic instability ഉണ്ടായെന്ന് വരാം. ഓട്ടോണോമിക് ഇൻസ്റ്റബിലിറ്റിയുടെ ഭാഗമായിട്ട് ഒന്നെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈപ്പോടെൻഷൻ, ദർ ക്യാൻ ബി എക്സസീവ് സ്വെറ്റിംഗ് ആസ് വെൽ ആസ് ദർ ക്യാൻ ബി അറത്മിയാസ്. യൂഷ്വലി ദ ഡിസീസ് റിക്കവേഴ്സ് ആഫ്റ്റർ 3 weeks and approximately it takes about 4 weeks. So recovery from tetanus, it occurs by sprouting new nerve terminals in the spinal cord, leading to relaxation of the contracted muscles. So ഇവിടെ റിക്കവറി എന്ന് പറയുന്നത് 3 ആഴ്ചയ്ക്ക് ശേഷമാണ് യൂഷ്വലി ഉണ്ടാവുക, ആൻഡ് ഇറ്റ് യൂഷ്വലി ടേക്സ് അബൌട്ട് 4 weeks. റിക്കവറി ഉണ്ടാവുന്നത് പുതിയ നെർവ് ടെർമിനൽസ് ജനറേറ്റ് ചെയ്തുകൊണ്ടാണ്. സോ ദിസ് ഇസ് അബൌട്ട് ജനറലൈസ്ഡ് ടെറ്റനസ്. നമുക്ക് ഒന്നുകൂടെ കാണാം. ജനറലൈസ്ഡ് ടെറ്റനസിൽ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 to 14 days ആണ്, ആവറേജ് 8 days. പക്ഷേ സെവറൽ ഡേയ്സ് ആഫ്റ്റർ അല്ലെങ്കിൽ മന്ത്സ് ആഫ്റ്റർ ഇഞ്ചുറിക്ക് ശേഷവും ഇതുണ്ടാവാം. ദ ഇൻക്യുബേഷൻ പീരീഡ് ദാറ്റ് ഇസ് പ്രപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് ഇഞ്ചുറി ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. സോ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് എത്ര ദൂരെയാണോ ഇഞ്ചുറി അത്രയും കൂടുതലായിരിക്കും ഇൻക്യുബേഷൻ പീരീഡ്. എത്ര സ്മോൾ ആണോ ഇൻക്യുബേഷൻ പീരീഡ് അത്രയും കുറവായിരിക്കും ആളുടെ പ്രോഗ്നോസിസ്. ഈ ഒരു ഡിസീസിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസെൻഡിങ് പാരാലിസിസ്. പാരാലിസിസ് തുടങ്ങുന്നത് ജോ മസിൽസിൽ നിന്നാണ്. ഇനീഷ്യലി ദർ ഇസ് സ്പാസം ഓഫ് ദ masseters. This leads to locked jaw and difficulty in swallowing. Gradually അത് ഡിസെൻഡിങ് ഓർഡറിൽ പ്രോഗ്രസ് ചെയ്യും, ഇൻവോൾവിങ് ദ നെക്ക്, ദ ബാക്ക്, ദ അബ്ഡോമിനൽ മസിൽസ് ആൻഡ് ദെൻ ദ ഹോൾ ബോഡി. പിന്നെ ഡിസീസിന്റെ അഡ്വാൻസ് സ്റ്റേജിൽ ഒരു കുഞ്ഞ് സ്റ്റിമുലേ പോലും ഇറ്റ് മേ precipitate a spasm. There can be complications which are very serious and even there can be death. പക്ഷേ പേഷ്യന്റിന്റെ സെൻസോറിയം ആസ് എ ഹോൾ പ്രിസർവ്ഡ് ആയിരിക്കും. ഓട്ടോണോമിക് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, വിച്ച് മേ ബി മാനിഫെസ്റ്റഡ് ആസ് ഹൈപ്പോടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ, ഡയഫോറിസിസ് ആൻഡ് അറത്മിയാസ്. റിക്കവറി യൂഷ്വലി സംഭവിക്കുക 3 ആഴ്ചകൾക്ക് ശേഷമാണ്. അപ്രോക്സിമേറ്റ്ലി അത് 4 ആഴ്ച എടുക്കും റിക്കവറി ഫുള്ളായിട്ട് വരാനായിട്ട്. ആൻഡ് റിക്കവറി ഉണ്ടാവാനുള്ള കാരണം that is due to the sprouting of new nerve terminals. Now coming to the second type, which is neonatal tetanus. So it is one of the major cause of mortality in developing countries. നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഡെവലപ്പിംഗ് കൺട്രീസിൽ there are many unhygienic birth practices like ദായാസ് അല്ലെങ്കിൽ വയറ്റാട്ടികളൊക്കെ ഉണ്ട്. they are not properly educated. അപ്പോൾ അവരുടെ ബർത്ത് പ്രാക്ടീസസ് ഒന്നെങ്കിൽ പ്രോപ്പർ ആയെന്ന് വരില്ല, അല്ലെങ്കിൽ പ്രഗ്നന്റ് വുമൻ ഇഫ് ദേ ഡോണ്ട് ഹാവ് പ്രോപ്പർ ആന്റിനേറ്റൽ കെയർ അവർ ടെറ്റനസിന്റെ ഇഞ്ചക്ഷൻ എടുത്തെന്ന് വരില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ട് നിയോനേറ്റൽ ടെറ്റനസ് ഇസ് വെരി ഹൈ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. So pregnant women who are not immunized against tetanus do not pass on the protective antibodies to their babies. So ബേബിക്ക് നിയോനേറ്റൽ ജോണ്ടിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറ്റേണിറ്റി പീരിയഡിൽ നമ്മൾ ഈ ഒരു ടെറ്റനസ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഇഫ് ദ മദർ ഡസൻറ്റ് റിസീവ് ദാറ്റ്, ദ ഇമ്മ്യൂണിറ്റി ഇസ് നോട്ട് പാസ്ഡ് ഓൺ ടു ദ ബേബി.
infection, it usually results from unhygienic birth practices, most commonly when the umbilical cord is contaminated at the time of cutting after delivery. So നേരത്തെ പറഞ്ഞ പോലെ തന്നെ there can be many unhygienic birth practices which may lead to contamination and finally resulting in neonatal tetanus. The symptoms of neonatal tetanus usually appear by third day of birth, never in the first 2 days of life, and rarely after the age of 2 weeks. So ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ഇത് യൂഷ്വലി ഓക്കർ ചെയ്യുക മൂന്നാമത്തെ ദിവസമാണ്. ഒരിക്കലും ഇത് അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ട് മാത്രമേ ഒന്നും രണ്ടും ഡേ 1ലും ഡേ 2ലും ഓക്കർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇത് 2 ആഴ്ചയ്ക്ക് ശേഷം നിയോനേറ്റൽ ടെറ്റനസ് ഒരിക്കലും ഓക്കർ ചെയ്യില്ല. So this is how the disease occurs. The pattern is usually it appears on the 3rd day. It never occurs in day 1 and day 2 of life, and it rarely occurs after 2 weeks of life. So the clinical features include the child will have excessive unexplained crying. There will be refusal of feeds and apathy. So these are the initial symptoms. ആദ്യമേ കുട്ടി കാണിക്കുക ഭയങ്കരമായിട്ട് കരയും. എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ there won't be any reason for that. പിന്നെ കുട്ടി പതിയെ ഫീഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും and there can be apathy. So these are the initial symptoms. The baby develops progressive feeding difficulty, becomes rigid, develops paralysis, and may develop opistonic posturing and experience painful spasm. So ആദ്യമേ കാണിക്കുന്ന ഈ സിംറ്റംസ് കഴിഞ്ഞ് പിന്നെ ഉണ്ടാവുക ഫീഡിങ് ഡിഫിക്കൽട്ടി. അവിടെ സ്പാസം ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ട് കുട്ടിക്ക് ഫീഡിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. കുട്ടി ഭയങ്കര റിജിഡ് ആയിരിക്കും ആൻഡ് പാരാലിസിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുട്ടി കിടക്കുക ഒപ്പിസ്റ്റോണിക് അല്ലെങ്കിൽ ഭയങ്കര കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള പൊസിഷനിലായിരിക്കും കിടക്കുക. And finally there would be painful spasm. The mouth is kept slightly open due to pull and spasm of the neck. Reflex spasm of the masseters make feeding painful. So usually കുട്ടിയുടെ മൗത്ത് അല്ലെങ്കിൽ ചെറുതായിട്ട് തുറന്നായിട്ടും ഇരിക്കുക. ഇതിന്റെ കാരണം there is spasm of the neck muscles. ഈ neck muscles വലിഞ്ഞിരിക്കുന്ന കാരണമാണ് ഇങ്ങനെ മൗത്ത് ഓപ്പൺ ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ മാസറ്റേഴ്സിൽ സ്പാസം ഉള്ളത് കൊണ്ട് കുട്ടിക്ക് പെയിൻഫുൾ ഫീഡിങ് ആയിരിക്കും ഉണ്ടാവുക. The pharyngeal muscles go into spasm. This may result in dysphagia and choking. There can be locked jaw or reflex trismus following spasm of the limbs. So ഈ ആദ്യത്തെ സിംറ്റംസ് കഴിഞ്ഞ് പിന്നെ ഇത് പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് there can be spasm of the pharyngeal muscles. Pharyngeal muscles involved ആയി കഴിയുമ്പോൾ കുട്ടിക്ക് ഡിസ്ഫാജി ഉണ്ടാവാം. ചോക്കിങ്ങിനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ലോക്ക് ജോ ഉണ്ടാവാം. ആൻഡ് ആഫ്റ്റർ ദിസ് the paralysis or the spasm may progress to the limbs. There is generalized rigidity and opistonus in extension. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കുട്ടി ഭയങ്കര റിജിഡ് ആയിരിക്കും. ഒപ്പിസ്റ്റോണസ് പൊസിഷനിലായിരിക്കും കുട്ടി കിടക്കുക. There can be spasm of the larynx and the respiratory muscles, and this is usually induced by stimuli such as touch, nose, bright light, and this leads to apnea and cyanosis. So gradually ഈ സ്പാസം ലാരിഞ്ചൽ മസിൽസിനെയും റെസ്പിറേറ്ററി മസിൽസിനെയും ഇൻവോൾവ് ചെയ്യും. ആ ഒരു സമയത്ത് കുട്ടിക്ക് അപ്നിയ അതുപോലെ തന്നെ സൈനോസിസ് ഈ 2 സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കും. There can be constipation and this persists until the spasms are relieved. The case fatality rate is very high in case of neonatal tetanus. Death occurs in 70 to 100% of the cases. So this is about neonatal tetanus. So neonatal tetanus നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. Neonatal tetanus എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിലെ വൺ ഓഫ് ദ കോമണസ്റ്റ് റീസൺ ഓഫ് ഡെത്ത് ആണ്. ഇത് ഉണ്ടാവാനുള്ള കാരണം if the mother doesn't receive TT doses, the immunity is not passed on to the baby. അതിനുശേഷം if there is